തമിഴ്നാട്ടിൽ രണ്ട് താരങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തൃഷ കൃഷ്ണൻ, മറ്റൊന്ന് പാർത്ഥിപൻ. തൃഷയാവട്ടെ വാർത്താമാധ്യമങ്ങളിൽ കുറച്ചധികം നാളുകളായി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വിജയുടെ ഭാര്യയായ സംഗീത വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ തൊട്ട് ഒരു നടി കാരണമാണ് തങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധം വേർപിരിയാനുള്ള കാരണമെന്ന് ഇതേ വിവാഹ പെറ്റീഷനിൽ സംഗീത എഴുതിയത് കൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും തൃഷയിലേക്കാണ് പോയത്. എന്നാൽ അതെല്ലാം സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വെക്കുന്നത് പോലെയാണ് ഇപ്പോൾ കൽപ്പാത്തി പ്രൊഡക്ഷൻ കമ്പനിയുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ വിജയും തൃഷയും ഒരുമിച്ച് ഒരേ കാറിൽ മാച്ചിങ് ഡ്രസ്സിൽ പോവുകയും ചെയ്തു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് തൃഷ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പാർത്ഥിപൻ. എന്തായാലും പാർത്ഥിപൻ പറയുന്നത് തനിക്ക് മാച്ചിങ് ഡ്രസ്സുള്ള സാരി ആണെങ്കിലും എടുത്തു തരികയാണെങ്കിൽ അത് വാങ്ങിച്ച് വീട്ടിലിരിക്കണമായിരുന്നു, അല്ലാതെ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പാർത്ഥിപൻ പറയുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ഗലാട്ട അവാർഡ്സ് ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് പാർത്ഥിപൻ തൃഷയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഡയലോഗ് വളരെയധികം വൈറലായിരുന്നു. അതിന് മറുപടിയായിട്ട് തൃഷ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. തൃഷ പാർത്ഥിപനെതിരെ അതിരൂക്ഷമായി വിമർശിച്ചു. പാർത്ഥിപൻ പിന്നീട് മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഒരു തെറ്റും തപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പാർത്ഥിപൻ പറയുകയും ചെയ്തു. പക്ഷേ എന്നാലും പാർത്ഥിപൻ്റെ വാക്കുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചില ഓൺലൈൻ മീഡിയകൾ അത് വളച്ചൊടിച്ച് കാണുന്നു പാർത്ഥിപൻ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും തൃഷയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെ പാർത്ഥിപൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കരൂർ ദുരന്തത്തെക്കാൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വിജയ്ക്ക് ഈ ഒരു വിവാഹ റിസപ്ഷനിൽ പോയത് കൊണ്ട് ഉണ്ടായി എന്നതാണ് പാർത്ഥിപൻ്റെ വാക്കുകൾ. കരൂർ ദുരന്തം വിജയ്ക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. രാഷ്ട്രീയക്കാരനായ വിജയുടെ ആദ്യത്തെ പ്രശ്നമുണ്ടാകുന്നത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. 41 പേരുടെ മരണം വിജയെ വല്ലാത്ത രീതിയിലാണ് ബാധിച്ചത്. ഒരുപക്ഷെ ഒരു മാസത്തിന് ശേഷമാണ് പിന്നീട് ഒരു സമ്മേളനം പോലും വിജയ് നടത്തിയത്. അങ്ങനെയെല്ലാം ആ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ട്. വിജയുടെ കൺമുന്നിൽ ഇത്രയും പേര് മരണപ്പെട്ടിട്ട് പോലും വിജയ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്നുള്ള വിമർശനങ്ങൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു. വിജയ് ആവട്ടെ അതിനെല്ലാം മറുപടി തൻ്റെ വീട്ടിൽ നിന്നോ ഓഫീസിലോ ഞാൻ ഉണ്ടാകുമെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. വളരെ വേദന തനിക്കുണ്ട്, തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഇതെന്ന് ഉൾപ്പെടെ വിജയ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീടും വിജയുടെ സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തഞ്ചാവൂർ വെച്ച് നടന്ന സമ്മേളനത്തിൽ പോലും 6ഓളം പേർക്ക് പരിക്കേറ്റിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതിനെക്കാളുമൊക്കെ വിജയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് ഈ വിവാഹ റിസപ്ഷനിൽ പോയതുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ചോദ്യം. ഒന്നാമത്തെ കാര്യം, വിജയുടെ ഭാര്യയായ സംഗീത ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പോലും ഇവിടെ വിജയ് ആരാധകർ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അതിൽ പറയുന്ന നടിയുടെ പേര് തൃഷയാവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കാരണം കൃത്യമായി സംഗീത ആ വിവാഹ പെറ്റീഷനിൽ പറയുന്ന ഒരു കാര്യം, 2021 ഈ വിജയുടെ ഈ നടിയുമായിട്ടുള്ള ബന്ധം കയ്യോടെ പിടിച്ചതാണെന്നുള്ള സംഗീത പറയുന്നുണ്ട്. എന്നാൽ ഈ ബന്ധം താൻ ഇനി തുടരില്ല എന്ന് വിജയ് അപ്പോൾ പറഞ്ഞെങ്കിൽ പോലും പിന്നീടും ഇതേ ബന്ധം തുടരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വർഷങ്ങളിലൊക്കെ തന്നെ ഒരു നടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വിജയുടെ പേരിൽ ഒരു ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അത് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയും മാനസികമായി അത് വിഷമിപ്പിച്ചു എന്നതുകൂടി സംഗീത തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ ഒട്ടാകെ തന്നെ വിജയുടെ പേരിൽ ഒരൊറ്റ നടിയുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ, അത് തൃഷ കൃഷ്ണനാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംശയങ്ങളും കൂടി ഉറപ്പിക്കുന്ന തരത്തിൽ വിജയും തൃഷയും തമ്മിലുള്ള ഈ വിവാഹ റിസപ്ഷനിൽ പോയ ഈ വീഡിയോ സഹിതം പുറത്തു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തു. പാർത്ഥിപനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിൽ പോലും തൃഷ ഇപ്പോൾ ഈ ഒരു മറുപടിയുമായി രംഗത്തെത്തിയതിന് പാർത്ഥിപൻ സോറി പറയുകയും ചെയ്തു. പക്ഷേ പാർത്ഥിപൻ വീണ്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഈ വിജയ് തൃഷ ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വിജയ് എന്ന് പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരൻ എന്നത് കൂടിയാണ്. തമിഴ്നാട് സിനിമയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഓരോ തരത്തിലുമുള്ള സ്കീമാറ്റിക്സും തിയേറ്റർ ഓണേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാം മാറുന്നുണ്ട്. സോ ഹീസ് എ ബിസിനസ്മാൻ. ഒരു ആക്ടറിനേക്കാൾ കൂടുതൽ തമിഴ്നാട് സിനിമാ മേഖലയെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ബിസിനസ്മാൻ കൂടിയാണ് വിജയ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനനായകൻ എന്ന സിനിമ റിലീസ് ചെയ്യാതിരിക്കുന്നത് പോലും തിയേറ്റർ ഓണേഴ്സിന് വലിയ ഒരു വിഷമമായി മാറുന്നത്. നാളിതുവരെ 2 മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു അത്രയും വലിയൊരു ഓളം സൃഷ്ടിക്കാൻ വേറൊരു സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിയേറ്ററുകാർക്കും വളരെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജനനായകൻ ഇനി എന്ന് റിലീസിന് എത്തുമെന്ന് പോലും ആർക്കും അറിയില്ല. സെൻസർ ബോർഡിൻ്റെ റിവൈസിംഗ് കമ്മിറ്റി മെയ് 9 സിനിമ കാണാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും ഒരു അംഗത്തിന് വയ്യാത്തത് കൊണ്ട് അത് വീണ്ടും മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പുതിയ തീയതി എപ്പോഴാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പല രീതിയിലുമുള്ള പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവുകയാണ് ജനനായകൻ. അതിനിടയിലാണ് ഇപ്പോൾ തൃഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വിജയ്ക്ക്
വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഈ തൃഷയോടൊപ്പം ഈ വിവാഹ റിസപ്ഷനിൽ പോയതിനെക്കുറിച്ച് പാർത്ഥിബൻ തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് തുറന്ന് സംസാരിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ പാർത്ഥിബൻ്റെ ഈ തുറന്ന പറച്ചിൽ ഒരു വലിയ സ്പെക്കുലേഷനും വലിയൊരു സ്പാർക്കുമാണ് തമിഴ് സിനിമാ ലോകത്തേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.